സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കഴിഞ്ഞ 5 വർഷത്തിലാണെങ്കിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്ത പല മിസ്റ്റേക്കുകളെയും പറ്റിയാണ്, പല അബദ്ധങ്ങളെ പറ്റിയാണ്. നമ്മൾ സാധാരണയാണെങ്കിൽ ഒരു കാര്യം പുതുതായിട്ട് ചെയ്യാൻ നേരത്താണെങ്കിൽ നമുക്ക് 2 രീതിയിൽ പഠിക്കാനായിട്ട് പറ്റും. ഒന്നാണെങ്കിൽ ആ കാര്യം നമ്മൾ ചെയ്തു പഠിക്കാനായിട്ട് പറ്റും. അതായത് നമ്മൾ അത് ശരിയാക്കിയും തെറ്റിച്ചും പല പരീക്ഷണങ്ങൾ നടത്തിയും നമുക്കാണെങ്കിൽ ഒരു കാര്യം പഠിക്കാനായിട്ട് പറ്റും. രണ്ടാമതെന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി ചെയ്ത ആൾക്കാർ അവരെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കി മനസ്സിലാക്കി, അതായത് അവരെങ്ങനെയാണ് ഒരു കാര്യം ചെയ്തത് അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് മിസ്റ്റേക്കുകൾ ചെയ്തത് അതൊക്കെ നോക്കി പഠിച്ചാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റും. ഉടനെ രണ്ടാമത്തെ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ആ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വേഗത്തിലും കുറച്ചുകൂടെ എളുപ്പത്തിലും ചെയ്യാനായിട്ട് പറ്റും. ഉടനെ അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ. അതായത് എൻ്റെ മിസ്റ്റേക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കും ആ മിസ്റ്റേക്കുകൾ റിപ്പീറ്റ് ചെയ്യാതെ ചിലപ്പോൾ മാർക്കറ്റിലൂടെ പോകാനായിട്ട് പറ്റും. എന്തൊക്കെ തന്നെ ആണെങ്കിലും ഈ വീഡിയോ ആണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിലാണെങ്കിൽ നിങ്ങളെ 1% ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഞാൻ റോണി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ 2019 ആദ്യമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. അവിടെയാണെങ്കിൽ മാർക്കറ്റിലേക്ക് വരുന്നതിന് മുൻപേ എന്ന് പറഞ്ഞാൽ ഇന്റലിജന്റ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞ ഒരു പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. ഇന്റലിജന്റ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലെ ബൈബിള്, അതായത് ഇൻവെസ്റ്റിംഗിലെ ബൈബിൾ എന്നറിയപ്പെടുന്ന ഒരു പുസ്തകമാണ്. ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്ററായ വാറൻ ബഫറ്റിന്റെ ഗുരു എന്നറിയപ്പെടുന്ന ബെഞ്ചമിൻ ഗ്രഹാമാണ് ഈ പുസ്തകം എഴുതിയത്. ഈ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിക്കാൻ നേരത്താണെങ്കിൽ ആ സ്റ്റോക്ക് ആണെങ്കിൽ ആ കമ്പനിയുടെ ആ ബിസിനസിന്റെ ബുക്ക് വാല്യൂവിന്റെ അടിയിലാണെങ്കിൽ ആ കമ്പനി സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്, ഇല്ലെങ്കിൽ ബുക്ക് വാല്യൂവിന്റെ മുകളിലാണെങ്കിൽ അത് കുറച്ചുകൂടെ റിസ്കി ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആണെന്നാണ് ബെഞ്ചമിൻ ഗ്രഹാം പറയുന്നത്. എന്താണ് ബുക്ക് വാല്യൂ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ബുക്ക് വാല്യൂ എന്താന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ മൊത്തം ആസ്തിയിൽ നിന്നാണെങ്കിൽ അതിന്റെ കടം കുറയ്ക്കുകയാണെങ്കിൽ എത്ര രൂപ വരുന്നു, അതാണ് ഒരു കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഒരു കമ്പനിക്കാണെങ്കിൽ 100 കോടിയുടെ ആസ്തി ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ആ കമ്പനിയുടെ കെട്ടിടങ്ങളും ആ കമ്പനിയുടെ ഫാക്ടറികളും ആ കമ്പനികളുടെ മെഷീനുകളും എല്ലാം കൂടെ ചേർന്നുള്ള മൂല്യം എന്ന് പറഞ്ഞാൽ ഒരു 100 കോടി ഉണ്ടെന്ന് വിചാരിക്കുക. അതിന്റെ കടം എന്ന് പറഞ്ഞാൽ 10 കോടിയാണെന്ന് വിചാരിക്കുക. ഈ കമ്പനിയുടെ ആസ്തിയിൽ നിന്നാണെങ്കിൽ ഇതിന്റെ കടം കുറയ്ക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ബുക്ക് വാല്യൂ കിട്ടും. അതായത് 100 കോടിയിൽ നിന്നാണെങ്കിൽ 10 കോടി കുറയ്ക്കുകയാണെങ്കിൽ 90 കോടിയല്ലേ. വളരെ 90 കോടിയാണ് ഈ കമ്പനിയുടെ ബുക്ക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ബെഞ്ചമിൻ ഗ്രഹാം പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ 90 കോടിയുടെ ബുക്ക് വാല്യൂ ഉള്ള ഈ കമ്പനിയുടെ ഷെയറിന്റെ മൊത്തം മൂല്യമാണെങ്കിൽ മാർക്കറ്റിൽ മൊത്തം ട്രേഡ് ആകുന്നതെന്ന് പറഞ്ഞാൽ 70 കോടിക്കാണെങ്കിൽ അതിന്റെ ബുക്ക് വാല്യൂവിനേക്കാൾ കുറഞ്ഞ വിലയിലല്ലേ അത് മാർക്കറ്റിൽ ട്രേഡ് ആകുന്നത്. അപ്പം അതൊരു അണ്ടർ വാല്യൂഡ്, അതായത് അതിന്റെ ബുക്ക് വാല്യൂ വെച്ച് നോക്കുമ്പോൾ അതിന്റെ വില കുറവാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ. അങ്ങനെ കുറവാണെങ്കിൽ അതുപോലത്തെ ബിസിനസ്സുകൾക്ക് സേഫ്റ്റി കൂടുതലാണെന്നാണ് ബെഞ്ചമിൻ ഗ്രഹാം പറയുന്നത്. ഇത് കേട്ടിട്ടാണെങ്കിൽ ഇത് പഠിച്ചതിന് ശേഷമാണെങ്കിൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ പോയി ബുക്ക് വാല്യൂവിന്റെ അടിയിൽ ട്രേഡ് ആകുന്ന സ്റ്റോക്കുകൾ ഏതാണെന്ന് നോക്കി. അങ്ങനെയാണെങ്കിൽ അംബിക കോട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി കണ്ടുപിടിച്ചു. അംബിക കോട്ടണിൽ ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി, എന്നിട്ട് ഏകദേശം 1 വർഷത്തോളം വെയിറ്റ് ചെയ്തു. പക്ഷെ 1 വർഷത്തോളമായിട്ടും ഇതിന്റെ സ്റ്റോക്ക് പ്രൈസ് എങ്ങോട്ടും പോകുന്നില്ല. അതിൽ നിന്ന് ഞാൻ പഠിച്ച ആദ്യത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്റ്റോക്കിൽ നിന്ന് ഒരു റിട്ടേൺ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ അടിയിലുള്ള ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നെങ്കിൽ ഒരു ബിസിനസ്സിൽ നിന്നാണെങ്കിൽ റിട്ടേൺ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്ന കമ്പനിയിലാണെങ്കിൽ എന്തെങ്കിലും വളർച്ചയോ മാറ്റമോ ഉണ്ടായെങ്കിൽ മാത്രമേ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിലും എന്തെങ്കിലും വ്യതിയാനം വരുത്തുള്ളൂ. ചിലപ്പോൾ നമ്മുടെ സ്റ്റോക്ക് പ്രൈസ് ഒത്തിരി താഴേക്ക് പോകാതെ ഒരു സുരക്ഷ തരുമായിരിക്കും, പക്ഷെ ഒരു റിട്ടേൺ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലത്തെ സ്റ്റോക്കുകൾ വാങ്ങുകയാണെങ്കിൽ. അതായിരുന്നു എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ ആദ്യത്തെ പാഠം എന്ന് പറഞ്ഞാൽ. അതിനുശേഷമാണ് കൊറോണ വരുന്നത്. പക്ഷേ കൊറോണയുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നില്ല, കാരണം അംബിക കോട്ടൺ എന്ന് പറയുന്ന കമ്പനി ഞാൻ വിറ്റ് കഴിഞ്ഞു. അപ്പം കൊറോണയുടെ സമയത്ത് മാർക്കറ്റിൽ വീണ സമയത്താണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സ്റ്റോക്കും ഇല്ലായിരുന്നു. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയ സമയത്താണെങ്കിൽ ഞാനൊരു 3 സ്റ്റോക്ക് വാങ്ങിക്കുകയുണ്ടായി. ഒന്നാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ്, രണ്ടാണെങ്കിൽ മാസ്റ്റെക് എന്ന് പറഞ്ഞിട്ടൊരു IT കമ്പനിയാണ്, 3ആണെങ്കിൽ ദീപക് നൈട്രേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കെമിക്കൽ കമ്പനി. ഉടനെ ഈ 3 സ്റ്റോക്കിലുമായിട്ടാണെങ്കിൽ ഞാൻ ഏകദേശം 10,000 രൂപ വെച്ചാണ് ഇട്ടത്. 3ലും 10,000 രൂപ വെച്ചിട്ടു. അപ്പോഴാണ് എനിക്ക് ട്രേഡ് ചെയ്യാനായിട്ടൊരു മോഹം തോന്നുന്നത്. ഞാനാണെങ്കിൽ ട്രേഡിങ്ങിലേക്ക് പോയി. ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ ഏകദേശം ഉപയോഗിച്ചത് 5 ലക്ഷം രൂപയോളമായിരുന്നു. അതിനുശേഷം ഒരു 5-6 മാസത്തോളം ഞാൻ ട്രേഡ് ചെയ്തു. ട്രേഡിങ്ങിലാണെങ്കിൽ എനിക്ക് ആദ്യത്തെ കുറച്ച് നാൾ ലാഭം ഉണ്ടായി. ഉടനെ ലാഭം ഉണ്ടായതിനു ശേഷമാണെങ്കിൽ എനിക്ക് വീണ്ടും കൂടുതൽ ലാഭം ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണെങ്കിൽ ലാഭം ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഞാൻ കൂടുതൽ ഓവർ ട്രേഡ് ചെയ്യാൻ തുടങ്ങി. അതായത് വീണ്ടും കൂടുതൽ ട്രേഡുകൾ എടുക്കാൻ തുടങ്ങി.
ഉടനെ ചില ദിവസങ്ങളിൽ ലാഭം ഉണ്ടാകുന്ന കണ്ടാണെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും കൂടുതൽ ട്രേഡ് എടുക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി. ഉടനെയാണെങ്കിൽ ഞാനാണെങ്കിൽ സാധാരണ 3 ട്രേഡാണ് എടുക്കുന്നതെങ്കിൽ 6 ട്രേഡ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ ട്രേഡ് എടുക്കാൻ നേരത്താണെങ്കിൽ നഷ്ടം കൂടി വന്നു. ഉടനെ ലാഭം ഉണ്ടാക്കുന്ന ദിവസം പോലും ആണെങ്കിൽ അവസാനം നഷ്ടത്തിലായിരുന്നു അവസാനിക്കുന്നത്. അല്ലെങ്കിൽ ചില ദിവസം ആദ്യം നഷ്ടത്തിൽ തന്നെ ആയിരുന്നു തുടങ്ങുന്നത്. ഉടനെ നഷ്ടത്തിൽ തുടങ്ങാൻ നേരത്താണെങ്കിൽ വാശിയാണ്, ഇന്ന് ലാഭത്തിൽ തന്നെ തീർക്കണം എന്നുള്ളൊരു രീതിയിൽ. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു 5-6 മാസത്തോളം ഞാൻ ട്രേഡ് ചെയ്തു. 5-6 മാസം കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം 0 ആയിട്ട് പോയി. അതായത് മൊത്തം കാശ് ഞാൻ ട്രേഡ് ചെയ്ത് നശിപ്പിച്ചു. അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ചെയ്ത് കാശ് ഉണ്ടാക്കുന്നവരുണ്ടാകും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ സൈക്കോളജിക്ക് എതിരാണ്. അതായത് മനുഷ്യന് സാധാരണ കാശ് ഉണ്ടാക്കാൻ നേരത്താണെങ്കിൽ വീണ്ടും വീണ്ടും കൂടുതൽ കാശ് ഉണ്ടാക്കാനായിട്ടുള്ളൊരു മോഹം തനി ഇങ്ങനെ തോന്നിപ്പോകും. അല്ലെങ്കിലാണെങ്കിൽ കാശ് നഷ്ടപ്പെടുന്ന ദിവസമാണെങ്കിൽ ഇന്ന് എന്തായാലും കാശ് ഉണ്ടാക്കി ഇറങ്ങത്തുള്ളതെന്നൊരു ചിന്താഗതി കൊണ്ടുവരും. പക്ഷേ ഇങ്ങനെയുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ടാണെങ്കിൽ എനിക്ക് പേഴ്സണലി ട്രേഡിങ്ങിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചില്ല. സോ ഈ കാര്യങ്ങളായിരുന്നു ഞാൻ ഒരു 5-6 മാസം കൊണ്ട് മാർക്കറ്റിലാണെങ്കിൽ ട്രേഡ് ചെയ്ത് പഠിച്ചത്. അതിനുശേഷമാണെങ്കിൽ അപ്പോഴും ഒരു 3 സ്റ്റോക്കുകൾ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അതായത് മാസ്റ്റെക് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്കും ടാറ്റ മോട്ടോഴ്സും പിന്നെ ആണെങ്കിൽ ദീപക് നൈട്രേറ്റും, ഈ 3 സ്റ്റോക്കുകൾ അവിടെ കിടപ്പുണ്ട്. ഈ 3 സ്റ്റോക്കുകളാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ഏകദേശം 100 രൂപയിലായിരുന്നു ഞാൻ വാങ്ങിച്ചത്. ആ 100 രൂപയാണെങ്കിൽ ഏകദേശം ഇരട്ടിയായി, അതായത് 200 രൂപയോളമായി. അതായത് ഞാൻ ഇട്ട 10,000 രൂപ ഏകദേശം 20,000 രൂപയോളമായി. അത് കഴിഞ്ഞിട്ട് പിന്നെ മാസ്റ്റെക് എന്ന് പറയുന്ന കമ്പനി ആണെങ്കിൽ ഏകദേശം 30% റിട്ടേൺ തന്നു. ദീപക് നൈട്രേറ്റ് ആണെങ്കിലും ഏകദേശം 40% റിട്ടേൺ എനിക്ക് തന്നു. പക്ഷേ എന്നിട്ടും ഇതിൽ നിന്ന് എനിക്കൊരു ലാഭം ഉണ്ടായിട്ട് പോലും ആണെങ്കിൽ ട്രേഡിങ്ങിൽ നിന്നുണ്ടായ നഷ്ടം വലുതായിരുന്നത് കൊണ്ടാണെങ്കിൽ രണ്ടും കൂടെ കൂട്ടിവെച്ച് നോക്കുമ്പോഴാണെങ്കിൽ നഷ്ടം തന്നെ ആയിരുന്നു കൂടുതൽ. സോ ഇതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ടാറ്റ മോട്ടോഴ്സ് ആണെങ്കിലും ഇപ്പം മാസ്റ്റെക് എന്ന് പറഞ്ഞ കമ്പനി ആണെങ്കിലും ദീപക് നൈട്രേറ്റ് ആണെങ്കിലും ഇത് മൂന്നും ഞാൻ വെറുതെ കണ്ണും പൂട്ടി വാങ്ങിച്ചതല്ല. എന്ന് വെച്ചാൽ ആ കമ്പനികളെ പറ്റി പഠിച്ചതിന് ശേഷം വാങ്ങിച്ചതാണ്. അതിനെപ്പറ്റി അത്രയും പഠിച്ചിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് പോലും ഞാൻ ആ ഒരു അവസരം വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു എമൗണ്ടാണ് 3 സ്റ്റോക്കുകളിൽ കിട്ടുന്നത്. സോ അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ വെച്ചാൽ നമ്മളൊരു നല്ലൊരു അവസരം കാണുമ്പോഴാണെങ്കിൽ ചെറിയ എമൗണ്ട് പലയിടത്തായിട്ട് ഇടാതെ നമ്മൾ എവിടെയാണ് വലിയ അവസരങ്ങൾ കാണുന്നത് അവിടെയാണെങ്കിൽ കൂടുതൽ പൈസ ഇടുവാണെങ്കിൽ അവിടെ നിന്ന് വലിയൊരു റിട്ടേൺ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതായത് നല്ലൊരു അവസരം വരാൻ നേരത്താണെങ്കിൽ ഒരിക്കലും ചെറിയൊരു ബെറ്റ് എടുക്കാതെ, എന്താ വെച്ചാൽ വലിയൊരു ബെറ്റ് എടുക്കുകയാണെങ്കിൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺ ഉണ്ടാകുന്നിടത്തും വലിയൊരു റിട്ടേൺ ആയിരിക്കും ഉണ്ടാകുന്നത്. സോ അത് ഞാൻ അവിടെ പഠിച്ചൊരു പാഠമാണ്. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്ത ടാറ്റ മോട്ടോഴ്സ് 200 രൂപ ആയപ്പോൾ വിറ്റു. ഞാൻ അത് വിറ്റത്തിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ 200 രൂപ പ്രോഫിറ്റ് ആയി എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഞാൻ ഇട്ട കാശ് ഇരട്ടിയായി എന്നുള്ള രീതിയിലാണ്. ഞാൻ ഈ 200 രൂപയ്ക്ക് വിട്ട ടാറ്റ മോട്ടോഴ്സ് 200 നേരെ പോയത് 600 രൂപയിലേക്കാണ്. അതായത് ഞാൻ കുറച്ച് പേഷ്യൻ്റ് ആയിട്ട് അത് ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ ഏകദേശം 6 തവണയോളം എൻ്റെ കാശ് എനിക്ക് ഇരട്ടിയാക്കാൻ പറ്റിയേനെ. അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോൾ ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യുവാണെങ്കിലും ഒരിക്കലും അതിൽ നിന്നുണ്ടായ ലാഭത്തിന്റെ പേരിലോ അല്ലെങ്കിൽ നഷ്ടത്തിന്റെ പേരിലോ ഒരിക്കലും ഒരു സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ പാടില്ല എന്നതാണ്. എപ്പോൾ സെല്ല് ചെയ്യുവാണെങ്കിലും ആ ബിസിനസ്സിനെ നോക്കി വേണം സെല്ല് ചെയ്യാൻ. അതായത് ആ ബിസിനസ്സിന്റെ വളർച്ച കുറഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിലാണെങ്കിൽ ആ ബിസിനസ്സിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം സെല്ല് ചെയ്യാൻ. ഒരിക്കലും ഒരു ലാഭമോ നഷ്ടമോ ബേസ് ചെയ്താണെങ്കിൽ ഒരു സെല്ല് ചെയ്യാനായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കരുതെന്ന് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. ഇത് ഈ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞില്ലേ വേറെ 2 സ്റ്റോക്കുകളും ഉണ്ടായിരുന്നത്, അതായത് ഒന്ന് മാസ്റ്റെക്കും മറ്റേ ദീപക് നൈട്രേറ്റും. എനിക്കൊന്ന് ദീപക് നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചെടുത്തതൊന്നും ഏകദേശം ഒരു 4 തവണയാണ് ഇരട്ടിയായത്. മാസ്റ്റെക് ആണെങ്കിൽ ഞാൻ വാങ്ങിച്ചെടുത്തതൊന്നും ഏകദേശം 3 ഇരട്ടിയോളമാണ് ആയത്. പക്ഷേയാണെങ്കിൽ ഞാൻ ആ ലാഭം നോക്കാതെ ആ ബിസിനസ്സിനെ നോക്കിയായിരുന്നു ഞാൻ ഒരു സെല്ലിംഗ് ഡിസിഷൻ എടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ ആ ബിസിനസ് സെല്ല് ചെയ്യത്തില്ല. ഇനി അടുത്ത മിസ്റ്റേക്കിലേക്ക് വരാം. പണ്ടേ ഞാൻ പറഞ്ഞു നിങ്ങളെടുക്കുക, ഞാൻ ട്രേഡിങ്ങിൽ നിന്ന് ഏകദേശം 5 ലക്ഷം രൂപയോളം നഷ്ടമുണ്ടായി. അതുപോലെ തന്നെ ഇൻവെസ്റ്റിംഗിൽ നിന്നാണെങ്കിൽ ചെറിയൊരു ലാഭം ഉണ്ടായി നിങ്ങളിടയ്ക്ക് ഞാൻ പറഞ്ഞു. പക്ഷേ ഇത് രണ്ടും കൂടെ നോക്കിയാലും ഞാൻ ട്രേഡിങ്ങിന് കൂടുതൽ കാശ് ഉപയോഗിച്ചത് കൊണ്ടാണെങ്കിൽ ഇത് രണ്ടും കൂടെ കൂട്ടിയ സമയത്താണെങ്കിൽ അവസാനം ഞാൻ നഷ്ടത്തിൽ തന്നെ ആയിരുന്നിരുന്നത്. ഉടനെ എന്ന് വെച്ചാൽ ഉള്ളിൽ എനിക്കൊരു പേടിയായി, കാരണം ഇത്രയും കാശ് നഷ്ടപ്പെട്ടപ്പോഴെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണെങ്കിൽ മാർക്കറ്റിനോട് എനിക്കൊരു പേടിയായി. എന്നാലും എനിക്ക് മാർക്കറ്റ് വിട്ടില്ല, പക്ഷെ പുതിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും എടുത്തില്ല. എന്നാലും ബിസിനസ്സുകളെ പഠിച്ചുകൊണ്ടിരുന്നു. ഉടനെ ആ സമയത്താണ് ഞാൻ 2 ബിസിനസ്സുകളെ കാണുന്നത്. ഒന്നാണെങ്കിൽ ടിപ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഒരു ബിസിനസ്സും, രണ്ടാണെങ്കിൽ പവർ മേക്ക് എന്ന് പറയുന്ന ഒരു ബിസിനസ്സും. ടിപ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഒരു മ്യൂസിക് ലൈസൻസിങ് കമ്പനിയാണ്. ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്യുന്നൊരു കമ്പനിയാണ്. അതായത് സിനിമയുടെ പ്രൊഡ്യൂസർമാരില്ലേ, ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഏതെങ്കിലും സിനിമ പാട്ടിന്റെ റൈറ്റ് ഇവർ വാങ്ങിക്കും.
എന്നിട്ടാണെങ്കിൽ ടിപ്സ് ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ഈ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പാട്ടുകളാണെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും അല്ലെങ്കിൽ സ്പോട്ടിഫൈ ആണെങ്കിലും ജിയോ സാവന് അതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് ഈ പാട്ട് കൊടുക്കും. എന്നിട്ടാണെങ്കിൽ അവിടെ ആൾക്കാർ വന്ന് ഈ പാട്ട് കേൾക്കാൻ നേരത്താണെങ്കിൽ അതിന് ചെറിയൊരു ശതമാനം വരുമാനം ടിപ്സ് ഇൻഡസ്ട്രീസിന് വരും. ഇതാണ് ബേസിക്കായിട്ട് ടിപ്സ് ഇൻഡസ്ട്രീസ് ചെയ്യുന്ന ബിസിനസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ടിപ്സ് ഇൻഡസ്ട്രീസും പവർ മേക്ക് എന്നും പറഞ്ഞിട്ടുള്ള ബിസിനസ്സുകൾ കാണാനായിട്ടിടയായി. പവർ മേക്ക് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ കമ്പനിയാണ്. പവറുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രോജക്റ്റുകളും അല്ലെങ്കിൽ പല കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പല പ്രോജക്റ്റുകളും ചെയ്യുന്ന കമ്പനിയാണ് പവർ മേക്ക് എന്ന് പറഞ്ഞാൽ. ഇത് രണ്ടും നല്ല കമ്പനിയാണെന്ന് അറിഞ്ഞിട്ട് പോലും എന്ന് പറഞ്ഞാൽ ഈ ട്രേഡിങ്ങിൽ നിന്ന് ഇത്രയൊരു നഷ്ടം ഉണ്ടായത് കൊണ്ടാണെങ്കിൽ എനിക്കൊരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇതെനിക്കറിയാം നല്ല കമ്പനിയാണെന്ന്, പക്ഷെ ഉള്ളിലൊരു പേടിയുണ്ട്. കാരണം ഇത്രയും കാശ് ഓൾറെഡി നഷ്ടമായി, ഉടനെ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് കാശ് ഇടുന്നതെന്നുള്ളൊരു ഭയം. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാതാണെങ്കിൽ ഏകദേശം 1 വർഷമോളം ഈ കമ്പനികളെ ട്രാക്ക് ചെയ്യാനിടയായി. അത് കഴിഞ്ഞിട്ട് 1 വർഷത്തിന് ശേഷമാണെങ്കിൽ എൻ്റെ മൈൻഡ് മാറുകയും ഈ ടിപ്സ് ഇൻഡസ്ട്രീസിലും പവർ മേക്കിലും ആണെങ്കിൽ ഞാൻ 10 ലക്ഷം രൂപ വെച്ച് ഇടുകയുണ്ടായി. അതായത് 2 കമ്പനികളിലൂടെ ആണെങ്കിൽ 10 ലക്ഷം വെച്ച് ഞാൻ ഇട്ടു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം 1.5 വർഷത്തോളം കഴിച്ചപ്പോഴാണെങ്കിൽ ഈ ഇട്ട 20 ലക്ഷം രൂപ ഏകദേശം 55 ലക്ഷം രൂപയോളമായി. അതായത് പവർ മേക്കിൽ ഇട്ട 10 ലക്ഷം രൂപ ഏകദേശം 35 ലക്ഷം രൂപയോളമായി. അതുപോലെ തന്നെ ടിപ്സ് ഇൻഡസ്ട്രീസിൽ ഇട്ട 10 ലക്ഷം ആണെങ്കിൽ ഏകദേശം 22 ലക്ഷം രൂപയോളമായി. അതായത് രണ്ടും കൂടെ ചേർത്തിട്ടാണെങ്കിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത 20 ലക്ഷം രൂപ ഏകദേശം 55 ലക്ഷം രൂപയോളമായി. ശരിയാണ്, നോക്കുമ്പോൾ വളരെ നല്ലൊരു റിട്ടേൺ ആണ്. അതിനെപ്പറ്റി ഞാനൊരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞാൽ അതിൽ പറ്റിയ അബദ്ധം എന്താണെന്ന് ചോദിച്ചാൽ ഈ ടിപ്സ് ഇൻഡസ്ട്രീസും പവർ മേക്കും ഞാൻ ആദ്യം 1 വർഷം മുൻപേ കണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ എൻ്റെ ഈ 10 ലക്ഷം രൂപ അതായത് രണ്ടിലൂടെ ചേർന്നിട്ടുള്ള 20 ലക്ഷം രൂപ ഏകദേശം 2,10,00,000 രൂപയായിരുന്നു ഞാൻ 1 വർഷം മുൻപേ ആ ബിസിനസ്സിനെ കണ്ടപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തായിരുന്നെങ്കിൽ. അത് തീർച്ചയായിട്ടും വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. എന്ന് വെച്ചാൽ ഞാൻ മാർക്കറ്റിലുള്ള ഏതെങ്കിലും 5000 കമ്പനികളിൽ ഏതെങ്കിലും ഒരു കമ്പനിയെ എടുത്ത് നിങ്ങളുടെ സംസാരിക്കില്ല. എന്ന് വെച്ചാൽ ഞാൻ ഞാനാണെങ്കിൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു 2 കമ്പനികളാണെങ്കിൽ എന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴാണെങ്കിൽ ഞാൻ ശരിയായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാതെ വൈകിപ്പിച്ചത് കൊണ്ടാണെങ്കിൽ ഏകദേശം 1.5 കോടിയുടെ നഷ്ടമുള്ളതാണ് എനിക്ക് വന്നതെന്ന് വേണമെങ്കിൽ പറയാം. സോ അതിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ശരിയായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുവാണെങ്കിൽ പെട്ടെന്ന് നമ്മളൊരു തീരുമാനം എടുക്കുവാണെങ്കിൽ, അതായത് പഠിച്ചപ്പോൾ മനസ്സിലായി ഇത് ശക്തമായിട്ട് വളരാൻ പോകുന്ന ബിസിനസ്സാണ്, അതായത് നല്ല കമ്പനിയാണ്, നല്ല മാനേജ്മെന്റ് ആണ്, എന്ന് വെച്ചാൽ ചീപ്പായിട്ടുള്ള വാല്യുവേഷനിലാണ് കിട്ടുന്നത്. അതായത് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നല്ലൊരു ബിസിനസ്സാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ വൈകിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന നഷ്ടവും അത്രയും വലുതായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി. സോ ഇതായിരുന്നു ഞാൻ പഠിച്ച വേറൊരു പാഠം എന്ന് പറഞ്ഞാൽ. സോ ഇപ്പോഴാണെങ്കിലും ഞാൻ മാർക്കറ്റിൽ ഒരു എക്സ്പേർട്ട് ആണോ അല്ലെങ്കിൽ എനിക്ക് എല്ലാ മാർക്കറ്റിനെ പറ്റി അറിയാവുന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഉറപ്പായിട്ടും ഇനിയും പല മിസ്റ്റേക്കുകളും ചെയ്യും. തീർച്ചയായിട്ടും മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജേണിയാണ്, എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ജേണിയാണ്. പിന്നെ ഈ കാര്യങ്ങളൊന്നും മാത്രമല്ല ഞാൻ ചെയ്ത മിസ്റ്റേക്കുകൾ. പിന്നെ ആ മിസ്റ്റേക്കുകളെ പറ്റി എല്ലാം പറയുവാണെങ്കിൽ നമ്മളുടെ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്താനായിട്ട് പറ്റത്തില്ല. എന്തായാലും നിങ്ങൾക്കാണെങ്കിൽ ഈ മിസ്റ്റേക്കുകളിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയെന്ന് ഞാൻ കരുതുന്നു. എന്തായാലും ഈ കാര്യങ്ങളാണെങ്കിൽ നിങ്ങളെ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കമൻസിലൂടെ അറിയിക്കുക. എന്തായാലും വീഡിയോ കണ്ടതിൽ വളരെ നന്ദി. അപ്പം വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.